JAYAKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുള്ള ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ജൂനിയർ അസിസ്റ്റന്റ് 348/2021, അസിസ്റ്റന്റ് ഗ്രേഡ് 2 599/2021, ജൂനിയർ അസിസ്റ്റന്റ് 601/2021, EDP അസിസ്റ്റന്റ് 604/2021 തുടങ്ങിയ തസ്തികകളിലേക്കുള്ള പരീക്ഷ 31/5/2022 നടക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പിക് വൈസ് ക്രാഷ് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനകത്ത് VB.NET ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എല്ലാവരും കണ്ടുവെന്ന് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്, ഊപ്പ് കോൺസെപ്റ്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മളെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ഈ ക്ലാസ് ജൂനിയർ അസിസ്റ്റന്റ് ക്ലാസ്സിന് അതിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഫ്രണ്ട്സ് കാണും, അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന പലരും കാണും ഈ ജൂനിയർ അസിസ്റ്റന്റിന് വേണ്ടി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ അവർക്ക് ഈ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ക്ലാസ്സുകൾ എല്ലാവരിലേക്ക് എത്തുകയുള്ളൂ എന്ന് മാത്രമല്ല നമ്മുടെ ചാനലൊരു വൻ വിജയമായി തീരുകയും ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് കടക്കാൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഇൻവെന്റഡ് ഊപ്പ്? ഹു ഇൻവെന്റഡ് ഊപ്പ്? ഓപ്ഷൻ എ ആൻഡ്രിയ ഫെറോ, ഓപ്ഷൻ ബി അഡ്ലി ഗോൾഡ്ബർഗ്, ഓപ്ഷൻ സി അലൻ കെ, ഓപ്ഷൻ ഡി ഡെനിസ് റിച്ചി. ഹു ഇൻവെന്റഡ് ഊപ്പ്? ആരാണ് ഊപ്പ് കണ്ടുപിടിച്ചത്? ഓപ്ഷൻ സി ആണ് ആൻസർ, അലൻ കെ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഊപ്പ് ഇൻ ജനറൽ ഡെഫിനിഷൻസ്? അതായത് പൊതുവായ നിർവചനങ്ങളില് ഊപ്പയുടെ സവിശേഷതയല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എഫിഷ്യന്റ് കോഡ്, ഓപ്ഷൻ ബി കോഡ് reusability, ഓപ്ഷൻ സി മോഡുലാരിറ്റി, ഓപ്ഷൻ ഡി duplicate/redundant data. Which is not a feature of OOP in general definitions? ഓപ്ഷൻ ഡി ആണ് ആൻസർ, duplicate/redundant data. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Which was the first purely object oriented programming language developed? Which was the first purely object oriented programming language developed? അതായത് ആദ്യമായി വികസിപ്പിച്ച ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഭാഷ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കോട്ലിന്, ഓപ്ഷൻ ബി SmallTalk, ഓപ്ഷൻ സി ജാവ, ഓപ്ഷൻ ഡി C++. Which was the first purely object oriented programming language developed? ഓപ്ഷൻ ബി ആണ് ആൻസർ, SmallTalk. അടുത്ത ക്വസ്റ്റ്യൻ. When OOP concept did first came into picture? അതായത് ഈ OOP എന്ന ആശയം ആദ്യമായി നിലവിൽ വന്നത് എപ്പോഴാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1980s, ഓപ്ഷൻ ബി 1995, ഓപ്ഷൻ സി 1970s, ഓപ്ഷൻ ഡി 1993. When OOP concept did first came into picture? ഓപ്ഷൻ സി ആണ് ആൻസർ, 1970s. അടുത്ത ക്വസ്റ്റ്യൻ. Which feature of OOP indicates code reusability? അതായത് ഈ ഊപ്പിയുടെ ഏത് സവിശേഷതയാണ് കോഡ് പുനരുപയോഗത്തെ സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അബ്സ്ട്രാക്ഷൻ, ഓപ്ഷൻ ബി പോളിമോർഫിസം, ഓപ്ഷൻ സി എൻകാപ്സുലേഷൻ, ഓപ്ഷൻ ഡി ഇൻഹെറിറ്റൻസ്. Which feature of OOP indicates code reusability? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഇൻഹെറിറ്റൻസ്. അടുത്ത ക്വസ്റ്റ്യൻ.
which header file is required in C++ to use OOP. അതായത് ഈ OOP ഉപയോഗിക്കുന്നതിന് C++ ഏത് ഹെഡർ ഫയൽ ആവശ്യമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, OOP can be used without using any header file. ഓപ്ഷൻ ബി, stdlib.h. ഓപ്ഷൻ സി, iostream.h. ഓപ്ഷൻ ഡി, stdio.h. which header file is required in C++ to use OOP? ഓപ്ഷൻ ബി ആണ് ആൻസർ, stdlib.h. അടുത്ത ക്വസ്റ്റ്യൻ, why Java is partially OOP language? അതായത് എന്തുകൊണ്ടാണ് ജാവ ഭാഗികമായി OOP ഭാഷയായത്? ഓപ്ഷൻ എ, it allows code to be written outside classes. ഓപ്ഷൻ ബി, it supports usual declaration of primitive data types. ഓപ്ഷൻ സി, it does not support pointers. ഓപ്ഷൻ ഡി, it doesn't support all types of inheritance. Why Java is partially OOP language? ഓപ്ഷൻ ബി ആണ് ആൻസർ, it supports usual declaration of primitive data types. അടുത്ത ക്വസ്റ്റ്യൻ, which among the following doesn't come under OOP concept? അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് OOP ആശയത്തിന് കീഴിൽ വരാത്തത്? ഓപ്ഷൻ എ, ഡാറ്റ ഹൈഡിങ്. ഓപ്ഷൻ ബി, മെസ്സേജ് പാസിംഗ്. ഓപ്ഷൻ സി, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ്. ഓപ്ഷൻ ഡി, ഡാറ്റ ബൈൻഡിങ്. which among the following doesn't come under OOP concept? ഓപ്ഷൻ സി ആണ് ആൻസർ, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, the feature by which one object can interact with another object is a dash. അതായത് ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവുമായി സംവദിക്കാൻ കഴിയുന്ന സവിശേഷത ഡാഷ് ആണ്. ഓപ്ഷൻ എ, മെസ്സേജ് റീഡിങ്. ഓപ്ഷൻ ബി, മെസ്സേജ് പാസിംഗ്. ഓപ്ഷൻ സി, ഡാറ്റ ട്രാൻസ്ഫർ. ഓപ്ഷൻ ഡി, ഡാറ്റ ബൈൻഡിങ്. the feature by which one object can interact with another object is message passing. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, which among the following for a pure OOP language is true? അതായത് ശുദ്ധമായ OOP ഭാഷയ്ക്ക് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ, the language should follow at least one feature of OOP. Option B, the language must follow only 3 features of OOP. Option C, the language must follow all the rules of OOP. Option D, the language should follow 3 or more features of OOP. Which among the following for a pure OOP language is true? Option C ആണ് ആൻസർ, the language must follow all the rules of OOP. അടുത്ത ക്വസ്റ്റ്യൻ, how many types of access specifiers are provided in OOP? അതായത് ഈ OOP C++ല് എത്ര തരം ആക്സസ് സ്പെസിഫയറുകൾ നൽകിയിട്ടുണ്ട്? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 1. എത്ര സ്പെസിഫയർ നൽകിയിട്ടുണ്ട്? ഓപ്ഷൻ ബി ആണ് ആൻസർ, 3. അടുത്ത ക്വസ്റ്റ്യൻ, in multi-level inheritance, which is the most significant feature of OOP used? In multi-level inheritance, which is the most significant feature of OOP used? അതായത് മൾട്ടി ലെവൽ ഹെറിറ്റൻസില് ഉപയോഗിക്കുന്ന OOPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഏതാണ്? ഓപ്ഷൻ എ, കോഡ് എഫിഷ്യൻസി. ഓപ്ഷൻ ബി, കോഡ് റീഡബിലിറ്റി. ഓപ്ഷൻ സി, ഫ്ലെക്സിബിലിറ്റി. ഓപ്ഷൻ ഡി, കോഡ് റീയൂസബിലിറ്റി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് ആൻസർ, കോഡ് റീയൂസബിലിറ്റി.
അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എൻകാപ്സുലേഷൻ ഇൻ ഊപ്പ്? അതായത് എന്താണ് ഊപ്പില് എൻകാപ്സുലേഷൻ? ഓപ്ഷൻ എ, ഇറ്റ് ഈസ് എ വേ of combining various data members and member functions that operate on those data members into a single unit. Option B, it is a way of combining various data members and member functions into a single unit which can operate on any data. Option C, it is a way of combining various data members into a single unit. Option D, it is a way of combining various member functions into a single unit. What is encapsulation in OOP? Option A and answer, it is a way of combining various data members and member functions that operate on those data members into a single unit. അതായത് വിവിധ ഡേറ്റ അംഗങ്ങളും ആ ഡേറ്റ അംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന അംഗത്വ പ്രവർത്തനങ്ങളും ഒരൊറ്റ യൂണിറ്റായി സംയോജിപ്പിക്കുന്ന ഒരു മാർഗമാണ് ഇത്. അതാണ് അതിന്റെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is not true about the polymorphism? അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് പോളിമോർഫിസത്തെ കുറിച്ച് ശരിയല്ലാത്തത്? Option A, helps in redefining the same functionality. Option B, increases overhead of function definition always. Option C, it is feature of OOP. Option D, is in readability of program. Which of the following is not true about polymorphism? Option B and answer, increases overhead of function definition always. അടുത്ത ക്വസ്റ്റ്യൻ, what is an abstraction in object oriented programming? അതായത് ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിലെ ഒരു അമകർത്തീകരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഓപ്ഷൻ എ, ഹൈഡിംഗ് ദ ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഷോവിംഗ് ഓൺലി ദ ഫീച്ചേഴ്സ്. ഓപ്ഷൻ ബി, ഹൈഡിംഗ് ദ ഇമ്പോർട്ടന്റ് ഡേറ്റ. ഓപ്ഷൻ സി, ഹൈഡിംഗ് ദ ഇംപ്ലിമെന്റേഷൻ. ഓപ്ഷൻ ഡി, ഷോവിംഗ് ദ ഇമ്പോർട്ടന്റ് ഡേറ്റ. വാട്ട് ഈസ് ആൻ അബ്സ്ട്രാക്ഷൻ ഇൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, ഹൈഡിംഗ് ദ ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഷോവിംഗ് ഓൺലി the features. അടുത്ത ക്വസ്റ്റ്യൻ, which among the following can show polymorphism? അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് പോളിമോർഫിസം കാണിക്കാൻ കഴിയുക? ഓപ്ഷൻ എ, ഓവർലോഡിംഗ് സിമ്പൽ. ഓപ്ഷൻ ബി, ഓവർലോഡിംഗ് സിമ്പൽ. ഓപ്ഷൻ സി, ഓവർലോഡിംഗ് സിമ്പൽ. ഓപ്ഷൻ ഡി, ഓവർലോഡിംഗ് സിമ്പൽ. Which among the following can show polymorphism? Option B and answer, overloading symbol. അടുത്ത ക്വസ്റ്റ്യൻ, in which access should a constructor be defined so that object of the class can be created in any function? അതായത് ഏത് ആക്സസിലാണ് ഒരു കൺസ്ട്രക്ടറെ നിർവചിക്കേണ്ടത്, അതിനാൽ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഏത് ഫംഗ്ഷനിൽ സൃഷ്ടിക്കാനാകും? ഓപ്ഷൻ എ, എനി ആക്സസ് സ്പെസിഫയർ വിൽ വർക്ക്. ഓപ്ഷൻ ബി, പ്രൈവറ്റ്. ഓപ്ഷൻ സി, പബ്ലിക്. ഓപ്ഷൻ ഡി, പ്രൊട്ടക്റ്റഡ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് ആൻസർ, പബ്ലിക്. അടുത്ത ക്വസ്റ്റ്യൻ, the copy constructors can be used to dash. അതായത് കോപ്പി കൺസ്ട്രക്ടറുകള് ഡാഷ് എന്നതിലേക്ക് ഉപയോഗിക്കാം. ഓപ്ഷൻ എ, കോപ്പി ആൻ ഒബ്ജക്റ്റ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി പാസ്ഡ് ടു അനദർ പ്രിമിറ്റീവ് ടൈപ്പ് വേരിയബിൾ. ഓപ്ഷൻ ബി, കോപ്പി ആൻ ഒബ്ജക്റ്റ് ഫോർ ടൈപ്പിംഗ് കാസ്റ്റിംഗ്. ഓപ്ഷൻ സി, കോപ്പി ആൻ ഒബ്ജക്റ്റ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി പാസ്ഡ് ടു എ ഫംഗ്ഷൻ.
Option D, copy an object so that it can be passed to a class. The copy constructors can be used to, option C and answer, copy an object so that it can be passed to a function. Other question. What happens when an object is passed by reference? അതായത് ഒരു ഒബ്ജക്റ്റ് റെഫറൻസ് വഴി കൈമാറുമ്പോൾ എന്ത് സംഭവിക്കും? ഓപ്ഷൻ എ, ഡിസ്ട്രക്ടർ ഈസ് കോൾഡ് അറ്റ് എൻഡ് ഓഫ് ഫംഗ്ഷൻ. ഓപ്ഷൻ ബി, ഡിസ്ട്രക്ടർ ഈസ് കോൾഡ് വെൻ കോൾഡ് explicitly. Option C, destructor is not called. Option D, destructor is called when function is out of scope. What happens when an object is passed by a reference? Option C and answer, destructor is not called. Other option. Which access specifier is usually used for data members of a class? അതായത് ഒരു ക്ലാസ്സിലെ ഡേറ്റ അംഗങ്ങൾക്ക് സാധാരണയായി ഉപയോഗിക്കുന്ന ആക്സസ് സ്പെസിഫയർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, പ്രൊട്ടക്റ്റഡ്. ഓപ്ഷൻ ബി, പ്രൈവറ്റ്. ഓപ്ഷൻ സി, പബ്ലിക്. ഓപ്ഷൻ ഡി, ഡിഫോൾട്ട്. വിച്ച് ആക്സസ് സ്പെസിഫയർ ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ ഡേറ്റ മെമ്പേഴ്സ് ഓഫ് എ ക്ലാസ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, പ്രൈവറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. How to access data members of a class? അതായത് ഒരു ക്ലാസ്സിലെ ഡേറ്റ അംഗങ്ങളെ എങ്ങനെ ആക്സസ് ചെയ്യാം? ഓപ്ഷൻ എ, ഡോട്ട്, ആരോ ഓർ ഡയറക്റ്റ് കോൾ. ഓപ്ഷൻ ബി, ഡോട്ട് ഓപ്പറേറ്റർ. ഓപ്ഷൻ സി, ആരോ ഓപ്പറേറ്റർ. ഓപ്ഷൻ ഡി, ഡോട്ട് ഓർ ആരോ ആസ് റിക്വയർഡ്. ഹൗ ടു ആക്സസ് ഡേറ്റ മെമ്പേഴ്സ് ഓഫ് എ ക്ലാസ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, dot or arrow as required. Other question. Which feature of OOP reduces the use of nested classes? അതായത് OOPന്റെ ഏത് സവിശേഷതയാണ് നെസ്റ്റഡ് ക്ലാസുകളുടെ ഉപയോഗം കുറയ്ക്കുന്നത്? ഓപ്ഷൻ എ, ഇൻഹെറിറ്റൻസ്. ഓപ്ഷൻ ബി, ബൈൻഡിങ്. ഓപ്ഷൻ സി, അബ്സ്ട്രാക്ഷൻ. Option D, encapsulation. Which feature of OOP reduces the use of nested classes? Option A and answer, inheritance. Other question. Which keyword among the following can be used to declare an array of objects in Java? അതായത് ജാവയിലെ ഒബ്ജക്റ്റുകളുടെ ഒരു നിര പ്രഖ്യാപിക്കാൻ ഇനി പറയുന്നതിൽ ഏത് കീവേഡ് ഉപയോഗിക്കാം? ഓപ്ഷൻ എ, അലോക്കേറ്റ്. ഓപ്ഷൻ ബി, ARR. ഓപ്ഷൻ സി, ന്യൂ. ഓപ്ഷൻ ഡി, ക്രിയേറ്റ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, ന്യൂ. അടുത്ത ക്വസ്റ്റ്യൻ. Which operator can be used to free the memory allocated for an object in C++? അതായത് C++ല് ഒരു ഒബ്ജക്റ്റിനായി നീക്കി വച്ചിരിക്കുന്ന മെമ്മറി സ്വതന്ത്രമാക്കാൻ ഏത് ഓപ്പറേറ്ററെ ഉപയോഗിക്കാനാകും? ഓപ്ഷൻ എ, അൺഅലോക്കേറ്റ്. ഓപ്ഷൻ ബി, ഫ്രീ സിമ്പിൾ. ഓപ്ഷൻ സി, കളക്ട്. ഓപ്ഷൻ ഡി, ഡിലീറ്റ്. വിച്ച് ഓപ്പറേറ്റർ ക്യാൻ ബി യൂസ്ഡ് ടു ഫ്രീ ദ മെമ്മറി അലോക്കേറ്റഡ് ഫോർ ആൻ ഒബ്ജക്റ്റ് ഇൻ C++? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഡിലീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is not a property of an object? അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് ഒരു വസ്തുവിന്റെ സ്വത്ത് അല്ലാത്തത്? ഓപ്ഷൻ എ, പ്രോപ്പർട്ടീസ്. ഓപ്ഷൻ ബി, നെയിംസ്. ഓപ്ഷൻ സി, ഐഡന്റിറ്റി. ഓപ്ഷൻ ഡി, attributes. Which among the following is not a property of an object? ഓപ്ഷൻ ബി ആണ് ആൻസർ, നെയിംസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.